ടിക്ടോക്കിലും ഇൻസ്റ്റയിലും ഭയങ്കര ഡാൻസ് കളിച്ച് നമ്മളെല്ലാം ചിരിപ്പിച്ചിരുന്ന ജുനൈദിനെ പറ്റി നമ്മളെ ഒരാൾ വീഡിയോ ഇറക്കി. കേസ് ബാക്കിയുള്ള അടുക്കളയിൽ എന്ന് നടക്കുന്നതുകൊണ്ട് ഏണി കൊണ്ടുവച്ചിട്ട് ചാടി നോക്കുന്ന ആളാണ്. സ്വന്തം വീട്ടിലെ അടുക്കളയിലെ വീട്ടിലെ കാര്യങ്ങളൊന്നും അവൻ പുള്ളി ആർക്കും പറയത്തില്ല. പക്ഷെ അപ്പുറത്തെ വീട്ടിലുള്ള അടുക്കള കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരെ ഒരു ഏണി കൊണ്ട് ചാരും, അവിടെ ഒളിഞ്ഞു നോക്കും, കാര്യങ്ങൾ കാണും, പിന്നെ വന്ന് വീഡിയോ ചെയ്യും. അപ്പം ഇതിനിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ പറഞ്ഞുള്ളത്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പം നാളെ ഒരു സമയത്ത് നിങ്ങളുടെ കാര്യങ്ങളും ഇവർക്ക് വീടിയിട്ട് പൈസ വാങ്ങിക്കും. നോമ്പ് സമയമാണ് കൈസേ, നിനക്ക് വ്രതം പിടിച്ച് നീ മറ്റുള്ളവരെ കൊതിയും നുണയും പറഞ്ഞിട്ട് നീ പൈസ വാങ്ങണമെങ്കിൽ മഹാകഷ്ടം ഉടയൊന്നും സഹിക്കൂല. കാരണം നീ ചെയ്തെല്ലാം ദ്രോഹമാണ്. ആ ജുനൈദിനെ പറ്റി നീ അവൻ ഭാര്യ ഇട്ടിട്ട് പോയെന്നോ അവൻ ഡൈവേഴ്സ് ആണെന്നോ അവന് കൊച്ചുണ്ടെന്നോ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം. നിനക്കും കല്യാണം കഴിഞ്ഞ് നീയും ഭാര്യയെ കൊണ്ട് നീ ഡാൻസും പാട്ടൊക്കെ ഇട്ടുണ്ട്. നമ്മുടെ കേസ് കല്യാണത്തിന് ഡാൻസ് കളിക്കുന്ന സംഭവം ഇതൊക്കെയാണ് അവൻ. പിന്നെ അവന്റെ ഭാര്യ ഞാൻ കാണിക്കില്ല, അവന്റെ പേഴ്സണൽ കാര്യം. പിന്നെ അവന്റെ നല്ല ആക്ടറൊക്കെയാണ് കേട്ടോ നമ്മുടെ കേസ്. ആക്ടർ ഒരു പൊതുമുള്ള ആക്ടറാണ്. തറക്കോരിന്നൊക്കെയാണ് കാണിക്കുന്നത്, അവൻ കോരിനെ കാണിക്കുന്നത്. സ്വന്തം കാര്യങ്ങൾ നോക്കാതെ അന്യന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നീ എന്തിനടാ ഇങ്ങനെ പൈസ ഉണ്ടാക്കണം? അപ്പൊ നിങ്ങൾ അവൻ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പൊ എന്റെ ചാനലുകളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും, യൂട്യൂബ് സപ്പോർട്ട് ചെയ്യും. എന്റെ ട്രിവിയൻ ക്രേസി ബ്ലോഗർ ചാനൽ സപ്പോർട്ട്. ഞാനും 10 രൂപ വാങ്ങിയിട്ട് അപ്പൊ അവന് 10 രൂപ വാങ്ങിക്കാൻ പകവില്ലാത്തതുകൊണ്ടായിരിക്കും അടുത്തുള്ള വീട്ടിന്റെ കാര്യങ്ങൾ പോയി കൊതയെന്നുണയും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണത്. നിനക്ക് നാണം ലേശം ഉളുപ്പുണ്ടോടാ കേസേ? ബാക്കിയൊക്കെ മരിച്ചു പോയിട്ട് അവന്റെ വീഡിയോ എടുത്ത് അവന്റെ ഫാമിലിയെ വലിച്ചു തരാൻ വേണ്ടി നിനക്ക് നാണം ഉണ്ടാ? നീ ഭയങ്കര കണ്ടന്റ് ക്രിയേറ്ററാ. നീ എന്ത് ക്രിയേറ്ററാണ്? ഈ കൊതയെന്നുണയും പറഞ്ഞാണ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. ഇത് വേറെ പണിയാണ്. മറ്റേ അയൽക്കൂടത്തിലെ പെണ്ണുങ്ങൾ ചിരിക്കും പോലെ അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അടി ഉണ്ടാക്കുക. നിനക്ക് ഇതിനെ പോയി സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മാന്യമായ മഹാജനങ്ങളായ നമ്മുടെ കേരളീയരോട് നാളെ ഒരു സമയത്ത് നിങ്ങളെ വീഡിയോയും നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളും ഇവർക്ക് വീഡിയോ പൈസ വാങ്ങിക്കും. അപ്പം ഇനിയെങ്കിലും ഇവരെ പോലുള്ള തെണ്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ ഇവരെ പോലെ കുറേ ഉണ്ട് അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കഥ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുക. ദയവ് ചെയ്ത് ഇതുപോലുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോകില്ല. അവന് കഴിവുണ്ടെങ്കിൽ അവൻ കഴിവുള്ള സംഭവം ചെയ്തിട്ടും യൂട്യൂബ് പൈസ ഉണ്ടാക്കട്ടെ. അല്ലാതെ കൊതിയെന്നുണയും പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യാൻ പോകരുത്. പിന്നെ മറ്റേ നമ്മുടെ ജോജി തമ്പിയുടെ കാര്യം, ജോജി തമ്പി ഗീവ് കൊടുക്കും നോക്കി, അത് വലിയ കാര്യമാണ്. പക്ഷെ കുറേയേറെ പാവങ്ങൾ അതുപോലെ അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അവർക്ക് പൈസ ആയിട്ട് കിട്ടുന്നുണ്ട്, വണ്ടി കിട്ടുന്നുണ്ട്, അത് അവന് വീഡിയോ ഇടുന്നുണ്ട്. ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയുക, മോശക്കാണെങ്കിൽ നീ മോശം എന്ന് പറയാം. അല്ല നിന്റെ തെളിവാണ്. നീ CID ആടാ, നീ ഡിക്റ്റേറ്റീവാ. അവന്റെ ബാക്കി അന്വേഷിച്ച് കണ്ടുപിടിച്ച് തെളിവ് നിർത്താൻ വേണ്ടിയിട്ട് നീ ഒരു ഡിക്റ്റേറ്റീവ് ഒരു കോപ്പമില്ല, നീ ഒരു പുണ്ണാക്കമില്ല. നീ മനസ്സിലാക്കണം വെച്ചാൽ പറയുന്ന സത്യങ്ങളിൽ ന്യായമുണ്ടോ അല്ല കടമുണ്ടോ അന്വേഷിച്ച് നീ സത്യം പറയുക. അല്ലാതെ വായി തോന്നുന്ന വിളിച്ച് പറഞ്ഞിട്ട് പൈസ ഉണ്ടാ നോക്കല്ലേ പൊന്നു കൈസേ. അപ്പം മറക്കണ്ട, ഞാനും 10 രൂപ വാങ്ങിയിട്ട് എന്റെ യൂട്യൂബ് ചാനലിലൂടെ ട്രിവിയൻ ക്രേസി വ്ളോഗർ, അത് ഞാനും പൈസ വാങ്ങിയിട്ട് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക ആൾക്കാരെല്ലാം കൂടെ. അയ്യോ കഷ്ടോടാ കഷ്ടം.